സർ, കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അവരോധിക്കപ്പെടുമ്പോൾ ഈ CM റേസിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ, ഒരാൾ രമേശ് ചെന്നിത്തല, മറ്റൊരാൾ KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയിരിക്കുകയാണ്. അതേസമയം KC വേണുഗോപാൽ അദ്ദേഹം ഡൽഹിയിൽ തുടരുകയാണ്. AICC ജനറൽ സെക്രട്ടറി ആയിട്ട് 2019 അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. ഈ അടുത്താണ് അദ്ദേഹത്തിന് ആ ഒരു കാലാവധി, അദ്ദേഹത്തിൻ്റെ പദവിയുടെ കാലാവധി തീരുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് മാന്യമായൊരു ഫെയർവെൽ കൊടുക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ AICC നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അതായിരുന്നു ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ അടുപ്പിച്ചത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം, ഈ KC വേണുഗോപാലിൻ്റെ ഭാവി കോൺഗ്രസിനുള്ളിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനും നേതാവുമാണ്. ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അതിന് അർഹമായ ഒരു പരിഗണന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊന്ന്, എനിക്ക് തോന്നുന്നത് KC വേണുഗോപാലിൻ്റെ ആഗ്രഹമനുസരിച്ചിട്ടുള്ള ഒരു പദവി തന്നെ കോൺഗ്രസിനകത്ത് കിട്ടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം KC വേണുഗോപാൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പാരമ്പര്യമോ അതല്ലെങ്കിൽ പരിചയമോ പാരമ്പര്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ലല്ലോ, അല്ലേ? സാമൂഹികമായ വീക്ഷണവും എക്സ്പീരിയൻസ് മാത്രമല്ല, മറ്റു പല ഘടകങ്ങളും വേണം. എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഇത്രയൊക്കെ മതി. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനകത്തേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു നേതാവാണല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തി, രാജീവ് ഗാന്ധിയെ പോലെ. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വന്ന ആൾക്കാരല്ല. ആ സമയത്ത് KC വേണുഗോപാലൊക്കെ അതല്ല. KC വേണുഗോപാൽ പഠിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ആകൃഷ്ടരായി വിദ്യാർത്ഥി പ്രസ്ഥാനം, യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം, അങ്ങനെ പല പല പടിപടിയായിട്ട് പിന്നെ ഈ ജനങ്ങളുടെ ഇടയിൽ കിടന്നിങ്ങനെ എന്താ പറയുക, പ്രവർത്തിക്കുകയും ശരിക്കും പറഞ്ഞാൽ കളിക്കുകയാണല്ലോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു കളിയും കൂടെയാണല്ലോ. കളിയാൻ നല്ല ഉദ്ദേശത്തിലോട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണമൊക്കെയല്ല രാഷ്ട്രീയ പ്രവർത്തകരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു ചെറിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പോലും അവർ ജനങ്ങളുടെ എത്രമാത്രം പ്രശ്നങ്ങളുമായിട്ട് ഒരു ദിവസം ഇടപെടുന്നതെന്നറിയോ? നമുക്കറിയത്തില്ലത്. കാര്യം ഓരോ ദിവസവും അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുകയും ചിലതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുകയും ചിലതൊക്കെ കേൾക്കുകയും ചിലതൊക്കെ പരിശീലിക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഏത് രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും ഉണ്ടാകുന്ന അനുഭവ സമ്പത്ത് വളരെ വലുതായിരിക്കും. അത് പിന്നെ KC വേണുഗോപാലിനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലേ ഉള്ളൊരു ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അത് വളരെ വലുതാണ്. അത് നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതിനോടൊപ്പം അവർക്ക് ഈ പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ചില സ്ഥാനങ്ങളിൽ എത്തിപ്പെടണമെന്നുള്ള വ്യക്തിപരമായ മോഹം വരുമ്പോഴാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ വഴിതെറ്റുന്നത്. ഇപ്പോൾ KC വേണുഗോപാലിനും പറ്റിയൊരു അപകടം അതാണ്. അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നിമിത്തം കേരളത്തിലെ കോൺഗ്രസ് ഇപ്പം ഗ്രൂപ്പുകളുടെ വലിയ ശല്യമില്ലാതിരുന്നൊരവസ്ഥയിലാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇവിടെ UDF മുന്നണിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വൻ വിജയവും നേടി. ഗ്രൂപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റേതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തോൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടായിരുന്നു. പിന്നെ പാലം വലിക്കുക, ഇതൊന്നും ഇല്ലാതെ ഗ്രൂപ്പിസമൊന്നും ഇല്ലാതെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. വമ്പൻ വിജയം നേടി. 63 MLA-മാർ കോൺഗ്രസിനൊപ്പം ഉണ്ടായി, കോൺഗ്രസിന് മാത്രമുണ്ടായി. 102 MLA-മാർ UDF-നും കിട്ടി. അപ്പോൾ ആ ഒരു സംഘടനയുടെ ഒരു വളർച്ചയെ അത് തൻ്റെയും കൂടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് KC വേണുഗോപാൽ കാണേണ്ടിയിരുന്നു. അങ്ങനെ കണ്ടിരുന്നു എങ്കിൽ ഈ 13 ദിവസം നീണ്ടുപോയത് വലിയ സംഭവമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ഒരു കേരളത്തിലെ കോൺഗ്രസ് സംഘടന ഇപ്പോൾ 2-3 കഷ്ണങ്ങളായിട്ട് മാറി. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിലെ ഭൂരിഭാഗം KC പക്ഷക്കാരായി മാറുന്നു. കുറച്ച് ഭാഗം രമേശ് ചെന്നിത്തലയുടെ പോകുന്നു. ഇനിയിപ്പോൾ അധികാരം ഉള്ളതാണ്. പല പല ഗ്രൂപ്പുകൾ ഇനിയുണ്ടോ? വീണ്ടും ഒരു മോശപ്പെട്ട ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ അവിടെ KC വേണുഗോപാലിന് വലിയൊരു പരാജയം പറ്റിയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ അധികാര മോഹം അദ്ദേഹത്തിന് വല്ലാണ്ട് ഈ ഒരു പ്രവൃത്തിയിലേക്ക് ചെയ്യാൻ പാടില്ലാതിരുന്ന ഒരു പ്രവൃത്തി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷന് മുമ്പ് മത്സരിക്കാമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ ഒരു വിജയം കിട്ടിയിരുന്നെങ്കിൽ
എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നില്ല. കാര്യം കെ സി വേണുഗോപാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഒരു ധാരണ ഉണ്ടാവും, കെ സി ആയിരിക്കും മുഖ്യമന്ത്രി അല്ലേ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും വി ഡി സതീശന് വലിയ പ്രശ്നം ഉണ്ടാകില്ല. തീർച്ചയായിട്ടും ഈ ഒരു വിജയം കൂടെ കിട്ടണം. അപ്പോൾ എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട്, അതിന് ഉത്തരവില്ല. എം പിമാർ ഒരു കാരണവശാലും മത്സരിക്കരുത് എന്നുള്ള വാശിയും പിടിച്ചു ഹൈക്കമാൻഡ്. അപ്പോൾ ആ ഹൈക്കമാൻഡിൻ്റെ ദുശാഠ്യത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടാവുകയും നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഘടനാപരമായൊരു കേരളത്തിനെ സംബന്ധിച്ചൊരു പാളിച്ച, അതേപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു, ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കെ സി വേണുഗോപാലിനി അടുത്ത അസൈൻമെൻറ്റ് എന്താണ്. ഇനി അടുത്ത അസൈൻമെൻറ്റ് അടുത്ത കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടാണോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. അടുത്ത ഇനി അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഷ്ടിച്ച് പിന്നെ സൗത്ത് ഇന്ത്യയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇല്ലേ. സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലായിടത്തും സാന്നിധ്യമായി. അതായത് മറ്റേ ആന്ധ്ര ഒഴികെ തെലുങ്കാന കോൺഗ്രസ് ഭരിക്കുന്നു, കർണാടക കോൺഗ്രസ് ഭരിക്കുന്നു, തമിഴ്നാട്ടിൽ ഭരണത്തിൽ പ്രാതിനിധ്യമുണ്ട്, കേരളത്തിൽ ഭരണം പിടിച്ചു. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഒരു നേതാവെന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് യോഗ്യൻ തന്നെയാണ് കെ സി വേണുഗോപാൽ, അതിന് സംശയമില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല വടക്കേ ഇന്ത്യയിൽ ഒരു പുനരുജ്ജീവനത്തിന് കോൺഗ്രസ്സിന് ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനം ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഈ 2019 ജനുവരിയിലാണ് ACC ജനറൽ സെക്രട്ടറി ആയിട്ട് കെ സി വേണുഗോപാൽ വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം ഒരു 5-6-7 വർഷങ്ങൾ അദ്ദേഹം ആ പദവിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ ഉത്തരേന്ത്യക്കാരനായ ഒരാൾ ACCയുടെ തലപ്പത്തേക്ക് വരണമെന്നുള്ളതാണ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള തീരുമാനം. അത് സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കളൊക്കെ അവിടെയുണ്ട്. ആ ഒരു രീതിക്ക് അവിടെ ഉത്തരേന്ത്യയിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇവരുടെ ഒരു നേതൃത്വം ഗുണം ചെയ്യുമെന്നൊരു കണക്കുകൂട്ടലുണ്ട്. അപ്പോൾ കെ സി വേണുഗോപാലിനെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പകരക്കാരനായിട്ട് നിയോഗിക്കാനായിട്ട് സാധ്യതയുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ പിന്നെ കെ സി വേണുഗോപാലിനെ അതിൻ്റെ പകരക്കാരനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ കോൺഗ്രസ് ഉപേക്ഷിച്ചു എന്ന് തന്നെ വേണം കരുതേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി, ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ ആണെങ്കിലും എല്ലാം രാഹുൽ ഗാന്ധി അല്ലേ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇതൊക്കെയാണ്. പിന്നെ അവരെ ഉപദേശിക്കുന്ന അവർക്ക് ആരാണോ ഉപദേശം കൊടുക്കുന്നത് അത് ഇവരിലൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഒരു ദൗത്യം അത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കെ സി വേണുഗോപാൽ ഇപ്പം സൗത്ത് ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല നേതാവാണ്, സംശയമില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വീകാര്യനാവാനുള്ള സാധ്യതയുള്ള കുറവാണ്. അതേപോലെ തന്നെ ഹിന്ദി ബെൽറ്റ് അല്ലേ ഇത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശശി തരൂരായിരുന്നുവെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് വേറൊരു പശ്ചാത്തലവും പരിവേഷവും, മാത്രമല്ല ഹിന്ദിയും വലിയ പ്രശ്നമില്ലാത്ത വ്യക്തിയാണ്. ഇപ്പം വേണുഗോപാലിൻ്റെ ഹിന്ദി ഒന്നും നമ്മളധികം കേട്ടിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇത്ര ദീർഘകാലം ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അത്യാവശ്യം ഹിന്ദി മാനേജ് ചെയ്യും. പക്ഷെ അത് പോരല്ലോ. ഇപ്പോൾ ഈ ജനങ്ങളിൽ ആവേശം ജനിപ്പിക്കുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും, അതേപോലെ തന്നെ സംസ്കാരം വലിയ പ്രശ്നമാണ്. നമ്മുടെ തെന്നിന്ത്യയുടെ സംസ്കാരമല്ല വടക്കേ ഇന്ത്യയുടേത്. വടക്കേ ഇന്ത്യയത് വളരെ വ്യത്യസ്തമായൊരു സാംസ്കാരിക ഭൂമികയാണ് വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത്, വിശേഷിച്ച് ഹിന്ദി ബെൽറ്റ്. അപ്പോൾ ആ ഹിന്ദി ബെൽറ്റിൻ്റെ ഒരു സംസ്കാരത്തിൽ, കാരണം ഇന്ത്യയിൽ ഏത് പ്രവൃത്തിയിൽ നിങ്ങൾ നേരിടണമെന്നുണ്ടെങ്കിൽ ഒരു സാംസ്കാരികമായ ഒരു അംശം, ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ഘടകം അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല, വിശേഷിച്ച് ഹിന്ദി മേഖലയിൽ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നാലും കോൺഗ്രസ്സാണ്, അതിശയിക്കാനില്ല. പക്ഷേ ഈ 11 ദിവസം ഈ മുഖ്യമന്ത്രി ചർച്ചകൾ നീളുന്നു. കെ സി വേണുഗോപാൽ ഒരൊറ്റ റേസിൽ മുൻപന്തിയിൽ ഓടുന്നുവെന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഇനി തനിക്കിവിടെ പ്രസക്തിയില്ല എന്ന് തോന്നി കെ സി വേണുഗോപാൽ കടന്ന കൈ എന്ന് പറഞ്ഞത് മറ്റ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ്. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ത്രിവർണ്ണ പതാക പുതച്ച് മരിക്കണമെന്നാണ്.
അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരുടെ അത്തരമുള്ള പ്രസ്ഥാനമുള്ളതൊന്നും നമ്മളങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പോകരുത്. കാര്യം ഇങ്ങനെ ഒരുപാട് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് പലരും കേന്ദ്രത്തിൽ മന്ത്രിമാരായിരിക്കുകയും BJPയുടെ നേതാക്കന്മാരായിരിക്കുകയും ചിലയിടത്ത് മുഖ്യമന്ത്രിമാരായിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പക്ഷേ ആ അതൃപ്തി അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സംതൃപ്തിയുണ്ട്. പക്ഷേ ഈ AICC ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം മറുപടി പറയുന്നത് ഇനി അതും കൂടി വിട്ടുകൊടുക്കണമെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതൃപ്തിയാണ്. അത് മാത്രമല്ല, വേറെ അദ്ദേഹത്തിൻ്റെ ഈ ഉള്ളിലുള്ള വിഷമം ചില വാചകങ്ങളുടെ പുറത്തു വന്നു. അതിനിപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞ് വെറുതെ എന്താ പറയുക, അത് എൻ്റെ പ്രയോജനമില്ല. കാര്യം മനുഷ്യനാണല്ലോ, എല്ലാവരും മനുഷ്യരാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന വീക്ഷണത്തിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നവർ ജനങ്ങളെ മുമ്പിൽ കണ്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഒരു അവസരമായിട്ട് കണക്കാകത്തുള്ളൂ. അല്ലാതെ അവരവർക്കൊരു തൻ്റെ മോഹത്തെ തൃപ്തിപ്പെടുത്താനുള്ളൊരു ഉപാധിയായിട്ട് കാണാൻ പാടില്ല രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇവരൊക്കെ എങ്ങനെ കാണുന്നു? അങ്ങനെ കണ്ടതിൻ്റെ ഒരു ഫലമാണ് ഈ 46 MLA-മാർ പിന്നെ KC തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നിട്ട് പോലും അനുകൂലിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കുറേ ചരടുവലികൾ നടന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതിൻ്റെ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് സ്വപ്നം കാണുകയും ഒരു സ്വപ്നത്തിൻ്റെ തകർച്ച അദ്ദേഹം അനുഭവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രതികരണവും വേദനയും ഒക്കെ അദ്ദേഹം അടക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പം നമ്മളുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമമില്ലേ? ഉണ്ട്. ഒരിക്കലും ആശംസകൾ വിഷമിക്കുന്ന ഒരു മനസ്സിൽ നിന്ന് വരില്ല. ഇല്ല, ഒരു നിറഞ്ഞ മനസ്സിൽ നിന്നാണ് എപ്പോഴും ആശംസകൾ വരേണ്ടത്. അതേപോലെ തന്നെ എല്ലാവിധ പിന്തുണയും നൽകും. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പറയുന്ന സമയത്ത് അതിനെ നമ്മൾ വലിയ വിമർശനത്തിൽ കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സന്ദർഭത്തിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം ചിലപ്പോൾ ഒരു വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാനങ്ങളോട് താല്പര്യമുള്ള വ്യക്തിയാണ്. KC വേണുഗോപാൽ വ്യക്തമാണ്. പക്ഷേ ആ ഒരു വിഷമം അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ അനുഭവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു വ്യക്തിയെ മാറ്റാനോ അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിയും ഓരോ രീതിയിലേക്ക് വരുന്നു, അല്ലേ? അപ്പോൾ അത് പിന്നെ ഓരോ കാലഘട്ടങ്ങളുടെ സ്വാധീനം ഉണ്ടാവും. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒട്ടേറെ പേർ, അന്ന് മുഴുവൻ ജനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഓരോരുത്തരും എവിടെയൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള, ഉദാഹരണത്തിന് C. നാരായണപിള്ള എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവും പ്രഗത്ഭനായ ഒരു പത്രാധിപരും ഉണ്ടായിരുന്നു. അപാര ഭാഷയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ ഐക്യകേരള പ്രവർത്തനത്തിനൊക്കെ അദ്ദേഹം വളരെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഈ പട്ടം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ ഗവൺമെൻറ്റിലേക്ക് ചേർന്നു. ഇദ്ദേഹമൊക്കെ മാധ്യമപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. ഇതെല്ലാവരുടെ എല്ലാം ഉദ്ദേശം ഒന്നാണ്, 2 റോള് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സ്വാധീനമാണത്. അതിങ്ങനെ മാറി 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 വന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമായ നേട്ടത്തിനുള്ളൊരു ഉപാധിയാക്കി മാറ്റി ഇപ്പോൾ ലജ്ജയില്ലാതെ അത് പറഞ്ഞ് ആൾക്കാർ അതിനുവേണ്ടി സ്ഥാനങ്ങൾ കടിപിടി കൂടി നേടിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തതി കൂടിയാണ് KC വേണുഗോപാൽ. അപ്പോൾ അത് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷമമൊക്കെ തന്നെയാണ് അവിടെ പ്രകടിപ്പിച്ചത്. രണ്ടായാലും KC വേണുഗോപാൽ ഇപ്പം വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കെന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിലുള്ളൊരു നിർണായക പങ്കാണ്. വടക്കേ ഇന്ത്യയിൽ പലയിടത്തും കോൺഗ്രസ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. തെക്കേ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ എല്ലാ സ്ഥലം, പിന്നെ ആന്ധ്ര ഒഴികെ ബാക്കി എല്ലായിടത്തും ഇപ്പോൾ സാന്നിധ്യമായി. അപ്പോൾ രണ്ടായാലും അദ്ദേഹത്തിനൊരു മാന്യമായ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശേഷി ഇനി അവശേഷിക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.